ഹായ് ഫ്രണ്ട്സ്, ഭവാനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് മുരിങ്ങയിറച്ചി കൊണ്ടുള്ള ഒരു തോരനാണ്. ഇതാണ് മുരിങ്ങയിറച്ചി എന്ന് പറയുന്നത്. ഇതെനിക്ക് നിങ്ങളെ ജീവനോടെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കായലിൽ നിന്ന് പിടിക്കുന്ന ഒരു ഇറച്ചിയാണ്. കായലിൽ നിന്ന് കക്കയെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഇറച്ചിയാണിത്. കല്ലിനുള്ളിൽ ഇരിക്കുന്നതാണിത്. ഇത് ഞാൻ കൊല്ലത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ടേ, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ എനിക്കിത് വേവിച്ച് കൊണ്ടുവരേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളെ അത് മുഴുവനോടെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിൽ ഒത്തിരി കാൽസ്യവും സെലനിയും ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ കക്കയിറച്ചി പോലെ കൊഞ്ചു പോലെ വയറിന് അസുഖമൊന്നും വരുന്നൊന്നുമല്ല. വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ഇറച്ചിയാണിത്. ഇതെങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത്? ഞാനിപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് നമുക്ക് തോരനാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, 1.5 കപ്പോളം ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതുണ്ട്. പിന്നെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഞാൻ ചേർക്കുമ്പോൾ എത്രയാണ് ചേർക്കുന്നതെന്ന് പറയാം. ഇതിൽ ഒത്തിരി കുരുമുളക് പൊടി ഒത്തിരി ചേർത്ത് വേണം തയ്യാറാക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇരുമ്പ് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയിലോ ഇരുമ്പ് ചട്ടിയിലോ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ചെറിയ ഉള്ളി, നീളത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ലോണം വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് ചേർക്കാം, ഉള്ളി ഒന്ന് വഴന്ന് വരാനായിട്ട്. മീൻ ഞാൻ ആ ഇറച്ചിയിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ടേ അല്പമേ ചേർക്കുന്നുള്ളൂ, ഉള്ളി ഒന്നും പെട്ടെന്ന് വഴന്ന് വരാനായി മാത്രം. നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ. നമുക്കിത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിവകകൾ കൂടെ ചേർക്കുകയാണ്. തീ കുറച്ച് വെച്ചോണം. ആദ്യം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഞാനിതിലോട്ടൊരു 3 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തോണ്ടാൽ മതി കേട്ടോ. ഞാൻ ഇതിൽ കുരുമുളക് പൊടിയുടെ രുചി വേണം മുമ്പ് നിൽക്കാനായി, അതിനാണ് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്തത്. 1.5 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ ഇറച്ചിയിലെ മുളക് പൊടിയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചതായതുകൊണ്ട് ഇത്രയും ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ചേർത്ത് ഇത് വഴറ്റി കഴിഞ്ഞിട്ട് അന്നേരം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് അന്നേരം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് വഴറ്റണം. ഇത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം വഴന്ന് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, 1.5 കപ്പോളം തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർക്കുകയാണ്. അതുകൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങയിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും ചേർക്കുകയാണ്. ഇത് കായലിൽ കിട്ടുന്ന ഇറച്ചിയാണ് കേട്ടോ. കല്ലിനകത്താണ് ഇതിരിക്കുന്നത്. കല്ലിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു കക്ക പോലെയുള്ളത് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കട്ടിയുള്ള തോടാണ് ഇതിനുള്ളതെന്നുള്ളൂ. ഞാനിത് അഷ്ടമുടി കായലിൽ അവിടെ ചവറയിൽ നിന്ന് മേടിച്ചതാണിത്. നമുക്കിത് നല്ലോണം ഇതിൻ്റെ അകത്ത് വഴറ്റിയെടുക്കാം. തേങ്ങയും ഇതുമായിട്ട് ഒരു 10-15 മിനിറ്റോളം ഇത് കിടന്ന് നല്ലവണ്ണം മൂത്ത് വരണം. ആ തേങ്ങയും ഇതുമായിട്ട് ചേർന്ന് നല്ലവണ്ണം വരണം. ഒത്തിരി തീ കൂട്ടി വയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിറച്ചി ഒരു പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, ഒരു 5 മിനിറ്റ് കൂടെ നല്ലോണം വഴറ്റിയെടുക്കണം. ഈ തേങ്ങയും മുളകും ഇതെല്ലാം ഈ ഇറച്ചിയിലുണ്ട്, എന്നാലും ഇതിൽ കൂടെ കിടന്ന് നല്ലവണ്ണം മൂത്ത് വരണം. അപ്പോഴായിരിക്കും അതിന് സ്വാദ് കൂടുതലുണ്ടാവുക. ഞാൻ പറഞ്ഞില്ല, ഇത് കായലിലുണ്ടാകുന്ന ഇറച്ചിയാണിത്. തിരുവനന്തപുരത്തൊന്നും ഞാനിത് കണ്ടിട്ടില്ല, ഇവിടെ കിട്ടുമെന്നറിയില്ല. പക്ഷേ വളരെ രുചികരമായ ഒരു സാധനമാണിത്. നിങ്ങളിത് കിട്ടുമെന്നുള്ളിടത്ത് വാങ്ങിച്ച് വെച്ച് നോക്കുക.
നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാനൊരു അല്പം കുരുമുളക് പൊടി കൂടെ വെച്ചാൽ ആ ഒരു മണം നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് അവസാനമായിട്ട് ഒരു അല്പം കുരുമുളക് പൊടി കൂടെ. നല്ല എരിവുണ്ട് ഇതിന്. എരിവ് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. നല്ല എരിവ് വേണം ഇതിന്. കുരുമുളക് പൊടിയുടെ എരിവായിരിക്കണം മുമ്പ് നിൽക്കുന്നത്, അതായിരിക്കും. അതിനാണ് ഇതിൻ്റെ രുചി തന്നെ അതാണ്. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് തീ ഓഫ് ചെയ്യാം. ഈ തീ കുറച്ച് വെച്ച് വേണം നിങ്ങളിത് വഴറ്റാനായിട്ട്. തീ കൂട്ടിയിടരുതേ. തീ കുറച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി ഞാനിത് ഓഫ് ചെയ്യണേ. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ തോരൻ നമ്മളിത് വേവിക്കുന്ന സമയത്തെ ഇതിലൊത്തിരി വെള്ളം ഊറി വരും. ഈ മുരിങ്ങയിറച്ചിയിൽ നമ്മൾ കണവയൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഊറി വരുമല്ലോ, അതുപോലെ ഒത്തിരി വെള്ളം അതിനേക്കാളും ഒത്തിരി വെള്ളം ഇതിൽ വരും. ആ വെള്ളം എടുത്ത് രസം പോലെ ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണത്. അത് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് രസം പോലെ തയ്യാറാക്കും. അത് അടുത്ത വീഡിയോ അത് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി നീളത്തിലായി പോകും വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ അത് ഞാൻ കാണിക്കാം. ആ വെള്ളം ഞാൻ എടുത്ത് വെച്ചിരുന്നിട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഡിഷിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നമ്മുടെ മുരിങ്ങയിറച്ചി തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും കിട്ടുന്നവർക്ക് തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടമായ ഒരു ഇറച്ചിയാണിത്. ഞാൻ പറഞ്ഞ കായൽ ഉള്ളിടത്തായിരിക്കും കൂടുതൽ കിട്ടുക. ഉപ്പ് വെള്ളത്തിലാണ് ഇത് വളരുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സംശയമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ ഊറി വരും. നമുക്ക് അതുകൊണ്ടൊരു രസം ഉണ്ടാക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് കാണിക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതുവശത്തെ ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കായും ഷെയറായും എന്നെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.